മോണിറ്ററി പോളിസി ആൻഡ് ട്രേഡ് സൈക്കിൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ അത് പറയുന്നത് എങ്ങനെ അറിയാം? ഹൗ യു ക്യാൻ യൂസ് മോണിറ്ററി പോളിസി ടു കൗണ്ടർ ദി എക്സ്ട്രീം സിറ്റുവേഷൻസ് ഇൻ ട്രേഡ് സൈക്കിൾ. ഓക്കെ, ചില എക്സ്ട്രീം സിറ്റുവേഷൻ നമ്മളതിനെ ബൂം എന്ന് പറയും. ബൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂം എന്ന് പറഞ്ഞിട്ടില്ല. ബൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവ് കാണുള്ളൂ. എന്നപ്പോൾ നെഗറ്റീവിലേക്ക് എന്തിനാണ് പോകുന്നത്? അങ്ങനെയല്ല. നമ്മളിങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ കയറ്റത്തിന് ഒരു ഇറക്കം കാണും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നാ സംഭവിക്കുന്നത് പറയും, ഈ ഭൂമിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കും. എല്ലാത്തിനും വില കൂടുതൽ, എല്ലായിടത്തും ഡിമാൻഡ് കൂടുതൽ, എല്ലായിടത്തും ലോൺ കൂടുതൽ. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇറക്കം ഭയങ്കര മാരകമായിരിക്കും. അതുകൊണ്ട് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കും. ഭൂമിനെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യണം, താഴോട്ടിരുത്തണം. പിന്നെ അതുപോലെ റിസഷനിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നു. നിങ്ങൾക്കൊരു ഭാഗ്യമുണ്ട്, ഭാഗ്യമാണത്. നമ്മുടെ ഇക്കോണമി സ്വാതന്ത്ര്യത്തിന് ശേഷം -7.7% കണ്ടു കാണുന്നു. എന്നുവെച്ചാൽ താഴോട്ട് പോകുന്നു. ശരിയല്ലേ? ബംഗ്ലാദേശിൻ്റെ GDP പെർ ക്യാപിറ്റ ഇൻകം നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകത്തെക്കാൾ മുകളിലാണ്. എങ്ങനെ നമുക്ക് സഹിക്കും? അങ്ങനെയല്ല, അങ്ങനെ താന്നു പോയി സഹിക്കും. അപ്പോൾ അങ്ങനെയാണ് ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ രാജ്യം. അപ്പോൾ നമുക്കൊരു റിസഷനിലൂടെ, റിസഷൻ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ വേർ റിസസ് ഈസ് ഹാപ്പിങ്. റിസസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്നായിരിക്കും കേട്ടോ. നമ്മുടെ ഡെഫിനിഷൻ അർത്ഥം കൊടുക്കാൻ പറ്റില്ല. താഴോട്ട് വരുന്ന ഒരവസ്ഥ റിസഷൻ. ഏറ്റവും താഴെ വരുമ്പോൾ അതിന് വരാം ഡിപ്രഷൻ. അപ്പോൾ അങ്ങനെ ഇക്കണോമിക് സൈക്കിൾസ് ഉണ്ട്, ജീവിതത്തിലുള്ള പോലെ തന്നെ സൈക്കിൾസ് ഉണ്ട്. നമുക്ക് ചില ദിവസം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. നമുക്ക് കൂട്ടുകാരുമായിട്ട് വഴക്കൂടി, അല്ലെങ്കിൽ നമ്മുടെ എൽസുമായിട്ട് വഴക്കൂടി, വീട്ടുകാരായിട്ട് നമ്മൾ വഴക്കൂടിയില്ലെങ്കിലും നമ്മൾ എന്താ പറയുക, കയർത്തൊക്കെ സംസാരിച്ച് അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ വരും. അതുപോലെ നമുക്കിങ്ങനെ വരും. അപ്പോൾ നമ്മൾ അത് ടെമ്പററി ആട്ടോ, ടെമ്പററി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എല്ലാ പ്രോബ്ലംസും ടെമ്പററിയാണ്, മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ മുകളിലോട്ട് അങ്ങ് പോവുക. നമ്മളതിനെ റിക്കവറി എന്നാണ് വിളിക്കുക. പിന്നെ ഇവിടെ വരുമ്പോൾ പിന്നെ ബൂമാവും. ഇത് ഇക്കണോമിക് സൈക്കിളാട്ടോ. ഇക്കണോമിക് സൈക്കിളിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ഇതെങ്ങനെ മാനേജ് ചെയ്യാം സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററി പോളിസിയിലൂടെ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. ഓക്കെ, സോ എ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഓഫൺ എക്സ്പീരിയൻസ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദി ലെവൽ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ പ്രത്യേകതയാണ് ഫ്ലക്ച്വേഷൻസ് എപ്പോഴും ഉണ്ടായിരിക്കും. ചേഞ്ചസ് ഇൻ ബിസിനസ് സെൻറ്റിമെൻറ്റ്സ്. ബിസിനസ് ഭയങ്കര നല്ലതാണ്, ഇൻവെസ്റ്റ് ചെയ്യും ആൾക്കാർ. ബിസിനസ് മോശമാണെങ്കിലോ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കും. ഡിമാൻഡ് കണ്ടീഷൻസ്, പ്രൈസ് ലെവൽ എക്സെട്രയ്ക്ക് ഒരു കുത്തിൻ്റെ ഓർമ്മയുണ്ട്. ബ്രിങ്സ് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഫോർ ഇക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്തു, നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിന് പല കണ്ടീഷൻസ് സെറ്റ് ചെയ്യുക. ഓക്കെ, റിസഷൻ ഇങ്ങനെ economic fluctuation for the whole economy. Changes in economic influence economic growth, investment, employment, etc. Okay, you got the idea. Everything is very simple, no explanation is needed. Okay, the alternative occurrence of fortunes and miseries. സൗഭാഗ്യങ്ങളും കഷ്ടപ്പാടുകളും അല്ലേ, സൗഭാഗ്യങ്ങളും കഷ്ടപ്പാടും. ആൻഡ് ഡൗൺവേർഡ് ആൻഡ് അപ്വേർഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഇല്ലാബറേറ്റഡ് അണ്ടർ ട്രേഡ് സൈക്കിൾ. സോ ട്രേഡ് സൈക്കിൾ ഈസ് ആൻ economic, what we can say, illustration, which says that sometimes the economy will be on a peak, in the sense that everywhere you can see demand, everywhere you can see production, everywhere will be getting employed, every product has a high price. Every land and building price may not be at a very high level, stock prices going up. So in all such situation you can say the economy is on a boom trend. So boom ഇന്ത്യയിൽ വന്നത് 2003-2008 നിങ്ങളന്നേരം വളരെ സ്കൂളിലൊക്കെ ഇങ്ങനെ എന്താണ് ബാഗൊക്കെ ചുമന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അന്നേരമായിരുന്നു ബൂം ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അത് പിന്നെ ഇക്കോണമി താഴോട്ട് പോയി, ഭയങ്കര താഴോട്ട് പോയാൽ പറ്റില്ല. റിസഷൻ ഇപ്പോഴേ ഉള്ളൂ. അപ്പോൾ റിസഷൻ്റെ കാലഘട്ടത്ത് ഇക്കണോമിക്സ് പഠിച്ച നമ്മൾ അല്ലേ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ റിസഷൻ ഒരു മിസറി തന്നെയാണ്, കഷ്ടപ്പാടാണ്, വരുമാനമില്ല. ആൻഡ് ഡൗൺവേർഡ് ആൻഡ് അപ്വേർഡ് ഇക്കണോമിക് ഇല്ലാബറേറ്റഡ്. At present, the Indian economy is going through a slowdown phase, not just a slowdown, a recession. Actually it is a recession. I'm very sorry to describe it, simplify it as a slowdown. Okay, it's actually a recession. Slowdown means your economic growth past was 10% and came down to 9%. Now it is going on at 6%, like that. Maybe 7%. Okay, so that is slowdown. But when your economy during the last time, if GDP was 100 rupees, now it is 98 rupees, the economy resurged by 2%. GDP came down. This is an extraordinary situation that can happen only few occasions in the lifetime of an economy during 100 years, like that. So recession is a rarest of the rare events. Okay, and so when you are coming to that economic slowdown or recession, our topic is that how the central bank, who is responsible to rescue the economy from a recession, whether it is the government or the central bank. There are a lot of questions. Okay, and some people say that the most important agent or capable agent to rescue the economy, rehabilitate the economy from a recession, is the central bank. Okay, that is why we are concentrating on the central bank and the monetary policy and its ability to counter business cycle. Then
following are the main features of trade cycle. This is just like a, what we can say, an undergraduate note, I'm trying to make these notes very simple, okay, because of mathematics students. Okay, so following are the main features of trade cycle. Upward and downward business momentum indicate big changes in demand, investment, production, etc. Okay, അപ്പോൾ എല്ലായിടത്തും പോസിറ്റീവ് ആയിരിക്കും. അപ്വേർഡ്. ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസം കാണും. ഏറ്റവും അധികം ആൾക്കാർക്ക് ഏറ്റവും അധികം പൈസ കുറച്ചെടുക്കുന്നതും കൂടുതലിറക്കുന്ന ആരാണെന്നറിയും? ബിസിനസ്സുകാരായിരിക്കും. നമുക്കെന്തായാലും 10,000 രൂപ വരുമാനമുണ്ടെങ്കിൽ നമ്മൾ 11,000 രൂപ ചിലവാക്കും. 1,000 രൂപ നമ്മൾ എവിടെന്നെങ്കിലും കടം മേടിക്കും, അല്ലേ? അങ്ങനെയാണ്. 1,00,000 വരുമാനമുണ്ടെങ്കിൽ നമ്മൾ 1,20,000 രൂപ ചിലവഴിക്കും. 20,000 രൂപ നമ്മൾ നാട്ടുകാരുടെ കടം മേടിക്കില്ല, ബാങ്കിൽ നിന്ന് കടം മേടിച്ചു, അല്ലേ? എത്രയായാലും നമ്മളെല്ലാം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മളെല്ലാം ആരാണ്? നമ്മളെല്ലാം കൺസ്യൂമേഴ്സ്. അവർ ബിഹേവിയർ ഈസ് ലൈക്ക് ദാറ്റ്. സോ ദാറ്റ് ഈസ് വൈ കെയ്ൻസ് ഡിസ്ക്രൈബ്ഡ് കൺസംഷൻ ഈസ് എ സ്റ്റേബിൾ ഫങ്ഷൻ ഓഫ് വാട്ട്സ് income. Okay, that was a Keynesian theory. We studied it. Now coming back to some other situation, downtrend, the other party, that is business people make investment only if they are 100% sure that they will get a substantial profit. അങ്ങനെയുള്ളവരെ നമ്മൾ ബിസിനസ്സുകാരെന്ന് വിളിക്കുന്നത്. പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ചിന്തിക്കും. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലേ സെൻറ്റിമെൻറ്റ്സ് ഓക്കെ ആയിരിക്കണം. സെൻറ്റിമെൻറ്റ്സ്, ദ ബിസിനസ് മൊമെൻറ്റം, investment environment, everything should be fine. So otherwise their investment will come down. ശരിയല്ലേ? അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു പോകും. ഇക്കോണമി ബൂമിലാണെങ്കിലോ അവർ ഭയങ്കരമായിട്ട് കടമെടുത്തെല്ലാം കൂടെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇക്കോണമിയിൽ ഇങ്ങനെ കയറ്റങ്ങൾ ഇറക്കലും ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ബിസിനസ് പീപ്പിളാണ്. ശരിക്കും അതെ, അവരാണ്. നമ്മൾ ചിലവാക്കുന്നതിൻ്റെ ഒരു പരിധി ഉണ്ട്, അവർ ചിലവാക്കുന്നതിൻ്റെ ഒരു പരിധി ഉണ്ടോ? ഇല്ല. സോ യു അണ്ടർസ്റ്റാൻഡ് ബിഹേവിയർ. എന്താണ് behavioral economics, behavior of business people regarding the management of what? Investment. Okay, management of what? Investment. പിടിയിട്ടില്ല. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിയോ കുറച്ചോ ഒക്കെ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു പരിപാടിയല്ല. അതിൻ്റെ അകത്ത് എന്തെല്ലാം സംഭവങ്ങളെന്ന് അറിയോ? പ്രൊഡക്ഷൻ ഉണ്ടാവും, അല്ലേ? സം പ്രോഡക്റ്റ് will be created in the economy. So like that, they will give employment, അല്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും പോസിറ്റീവായിട്ട്. ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഭയങ്കര ആംപ്ലിഫൈഡ് എഫക്റ്റ്. ആംപ്ലിഫൈഡ് എന്ന് പറഞ്ഞാൽ ശബ്ദം 3 ഇരട്ടിയായിട്ട്. എൻ്റെ ശബ്ദം കുറവാന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാറില്ല, എനിക്കും തോന്നാറുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് നമ്മൾ വച്ചിട്ട് കഴിഞ്ഞാൽ തൊണ്ടയുടെ പ്രശ്നം. ചിലരങ്ങനെയല്ല, ചില അധ്യാപകരെ ഞാൻ ശ്രദ്ധിച്ചിട്ട് നല്ല വോയിസ് ഉണ്ട്, നല്ല ഒച്ചയുണ്ട്, മൈക്കിൻ്റെ ആവശ്യമില്ല. ദേ ആർ ഗോഡ് ബ്ലെസ്ഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ ആംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പിക്കുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ആക്റ്റീവ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് എഫക്ട്സ് എന്ന് പറയുന്നത് ആംപ്ലിഫൈഡ് ആയിട്ട് പ്രൊഡക്ഷൻ വരും, ഇൻവെസ്റ്റ്മെൻറ്റ് വരും, ഇൻവെസ്റ്റ്മെൻ്റ് അല്ലല്ലോ, എംപ്ലോയ്മെൻറ്റ് വരും, അങ്ങനെ ഇക്കണോമിക് ഗ്രോത്ത് വരും. അതാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോ എക്കണോമിക് വേരിയബിളായിട്ട് നമ്മൾ കാണേണ്ടത് കേട്ടോ. ഓൾ യു മാത്തമാറ്റീഷ്യൻസ് പ്ലീസ് ലിസൺ. ദിസ് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് വാട്ട് വി ക്യാൻ സേ ഇൻവെസ്റ്റ്മെൻറ്റ്. നോ ലെറ്റ് മീ ഡിലീറ്റ് ദിസ് പാർട്ട് before going to the next section. Okay, so everything is okay. We're coming to the read mode. Following are the main features of business cycle. We discussed the first point. We are going to the second point. It exhibits a wave-like movement. Wave is unstable, അല്ലേ? നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ച ആൾക്കാർ, ഞാൻ ഉച്ചയുടെ സയൻസൊക്കെ പഠിച്ചാൽ മറന്നു പോയാലും ഒരക്ഷരം അറിയത്തില്ല. അതിൻ്റെ ഇതുണ്ടല്ലോ, നമുക്കറിയാം ഫ്രീക്വൻസി, വേവ് ലെന്തൊക്കെ നമ്മൾ പഠിക്കും. ഹയർ വേവ് ലെന്ത് ഉള്ളതിന് പെനട്രേഷൻ കുറവായിരിക്കും, ലോവർ വേവ് ലെന്ത് ഇതിലേയും പെനിട്രേറ്റ് ചെയ്യും, കഴിവും ഭയങ്കര കപ്പാസിറ്റിയും. അപ്പോൾ വേവ് എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിളാണ്. ഇങ്ങനെ വേവ് എന്ന് ഇതാണ് ഈ വേവ് ലൈക്ക് ഫോർ എവരി വേവ് ദർ വിൽ ബി എ ഡൗൺവേർഡ് പോർഷൻ, ദർ ഇസ് എൻ അപ്വേർഡ് പോർഷൻ, ദർ ഇസ് എ ഡിക്ലൈനിങ് പോർഷൻ, ദർ ഇസ് an upward portion. Okay, so economic activities are like that. This is time. Let me put this picture into a more realistic picture. Here this is the real trend. This is time. This is GDP or what we can say per capita income or like that. Anything, any economic activity, positive economic activity you can cite here. Okay, so this is the economy. This is the trend line. Okay, but the trend line shows like this. അല്ലേ? അപ്പോൾ നമ്മുടെ പഠിത്തം അങ്ങനെയാണ്. ഞാൻ നിങ്ങളെ കുറ്റം പറയാൻ വേണ്ടി ഒരു അവസരം ഉപയോഗിക്കുമല്ലോ കേട്ടോ. എൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ പഠിത്തം ഇങ്ങനെ ആയിരിക്കും. ഒരു ദിവസം ഏറ്റിരുന്ന് ഭയങ്കര പഠിത്തമായിരിക്കും. പിറ്റേ ദിവസം നമ്മൾ 2 ക്ഷീണത്തിൽ 3 ദിവസം കിടന്ന് ഉറങ്ങുമല്ല വേറെ ആക്ടിവിറ്റിയൊക്കെ ചെയ്യും. കാരണം നമ്മൾ ബോറടിച്ച് പോകും. അത് കുറച്ചൊക്കെ പിന്നെ പിറ്റേ ദിവസം എന്നാ പറയുക, നമ്മൾ പിന്നെയും തിരിച്ചു വരും. ഇങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്. ബട്ട് ദി ട്രെൻഡ് ഈസ് ലൈക്ക് ദാറ്റ്. ദ ക്വസ്റ്റൻ ഈസ് ദാറ്റ് വെദർ യു ആർ ഗോയിങ് ലൈക്ക് ദിസ്. നോ, യു ഷുഡ് കം ബാക്ക്, മേക്ക് ദി സ്റ്റഡി ആൻഡ് യുവർ സ്റ്റഡി ലൈക്ക് ദാറ്റ്. Not just study everything in your life. Okay, now so it
economic activity exhibits a wave-like phenomenon movement, with boom and depression indicating extreme situations. We are citing two extreme situations, the boom and the depression. We will see what is boom as well as what is depression. The business cycle phases are repetitive. Everything is repetitive in the nature. Okay, so ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്രാവശ്യം ഒരു ബൂം, അടുത്ത പ്രാവശ്യം റിസഷൻ, അടുത്ത പ്രാവശ്യം പിന്നെ ബൂം, റിസഷൻ. സോ സംബഡി ഷുഡ് ബി ദർ ടു സ്റ്റെബിലൈസ് ദി ഇക്കോണമി ബിഫോർ going to this deep trough. Okay, depression indicating the extreme repetitive, that means they can come again. അവർ പിന്നീടും വരും. ഞാനിതും കൂടെ ഡിലീറ്റ് ചെയ്യാം, കാരണം നിങ്ങളുടെ സ്ക്രീൻ ഭയങ്കര ചെറുതാണല്ലോ. എൻ്റെ സ്ക്രീൻ 16 ഇഞ്ചിൻ്റെ സ്ക്രീൻ ഞാൻ എന്ത് കാണിച്ചാലും എനിക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ലോ. എന്നോട് കുട്ടി പറഞ്ഞു, സാറ് ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് പറയുമോ, സാറ് ഒന്നുകൂടെ വായിച്ചിട്ട് തന്നെ ഞങ്ങൾക്കല്ലേ പിടികിട്ടുന്നില്ലെന്ന് പറയും. ഈസ് വെരി ഗുഡ്. അപ്പോൾ നമ്മളതൊന്നും ഡിലീറ്റ് ചെയ്ത് ഇവനെയും കൂടെ അങ്ങ് ഡിലീറ്റ് ചെയ്താക്കാം. പോട്ടെ പോയി. അപ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പോയിന്റ് എടുക്കുക. ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി ആർ അഫക്റ്റഡ് ബൈ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് സൈക്ലിക്കൽ മൂവ്മെൻറ്റ്സ്. ഓക്കെ, അതെല്ലാ കാര്യം. മോസ്റ്റ് ഓഫ് ദി സെക്ടേഴ്സ് മൂവ് ടുഗദർ ഇൻ ദി സെയിം ഡയറക്ഷൻ. പോസിറ്റീവ് ഉണ്ടെങ്കിൽ എല്ലായിടത്തും പോസിറ്റീവ് ആയിരിക്കും, അല്ല? ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഗ്രോത്ത് എവിടെയാണ്? മാസ്ക് വിൽക്കുന്നവർക്ക്, സാനിറ്റൈസർ വിൽക്കുന്ന സെക്ഷനിൽ, ഇവിടെ എല്ലാം ഭയങ്കര ഗ്രോത്ത് അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ബാക്കി എല്ലായിടത്തും ഭയങ്കര ഡൗണാണ്. അപ്പം ബാക്കി എല്ലായിടത്തും ഡൗണാണ്. അപ്പം വരുമ്പോൾ എല്ലായിടത്തും അപ്പാവും. ഡ്യൂറിങ് ദി പ്രോസ്പെറിറ്റി മോസ്റ്റ് ഓഫ് ദി സെക്ടേഴ്സ് ഇൻഡസ്ട്രീസ് എക്സ്പീരിയൻസ് ആൻഡ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്, ആൻഡ് ഡ്യൂറിങ് റിസഷൻ ദേ മേ എക്സ്പീരിയൻസ് fall in output. Nothing is complex, everything is very simple, we can follow it. Not all the industries are affected uniformly. Sometimes some industries are affected significantly. Some are hit badly during depression, while others are not affected seriously. Okay, changes in business environment featured by shift in demand, supply conditions, produces ട്രേഡ് സൈക്കിൾ. അങ്ങനെ പല കാരണങ്ങളാൽ ട്രേഡ് സൈക്കിൾ വരും. ഇതെല്ലാം നമ്മളൊരു ബേസിക് ലെവലിലുള്ളൊരു ക്ലാസ്സാണ്. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ഞാനിപ്പം ഒരു ടൈമിൽ നമുക്ക് കുറവായതുകൊണ്ട് ഈ ട്രേഡ് സൈക്കിളിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ വായിക്കാൻ കേട്ടോ, ഞാൻ മെറ്റീരിയലൊക്കെ തരാം. ഭയങ്കര കൂടിയ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഞാൻ തരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതെങ്കിലും നമ്മൾ ബേസിക്കിൽ നിന്ന് നമ്മൾ പോകണമല്ലോ. നൗ വി ആർ ഗോയിങ് ടു സീ വാട്ട് ആർ ദി ഫേസസ് ഓഫ് ദി ട്രേഡ് സൈക്കിൾ. ഏതൊക്കെയാണ് ട്രേഡ് സൈക്കിളിലെ പല ഫേസസ്, പല ഘട്ടങ്ങൾ. എ ടിപ്പിക്കൽ ബിസിനസ് സൈക്കിൾ ഹാസ് ടു ഫേസസ്, an expansion phase and a contraction phase, and 4 points. Okay, ഒരു expansion phase, contraction phase, contraction phase. But in these two phases you can have 4 positions. The first one is recession, second is depression, third one is recovery, and last boom. ഏറ്റവും അവസാനം ഇട്ടെന്ന് അറിയോ? നല്ല അവസാനം പട്ടേന്ന് വിചാരിച്ചാൽ അതുകൊണ്ടത് അവിടെ ഇട്ട് ബൂം. കണ്ടോ? ഇതിനേക്കാൾ നല്ല പടം വരയ്ക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരച്ചു. ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ എനിക്കിതൊക്കെ വരയ്ക്കാൻ പറ്റും, പക്ഷേ ടൈം എടുക്കുമല്ലോ എന്ന് വിചാരിച്ച് കോപ്പി അടിക്കാൻ പാടില്ല. വരയ്ക്കുന്ന കാര്യമാണെങ്കിൽ സമയം പോകായിട്ട് എടുത്തോ. ബൂം ഇങ്ങനെ ഇടാൻ പറ്റും. ഇതാണ് ബൂം. എവറി ഇക്കണോമിക് ആക്ടിവിറ്റി ഈസ് ഗോയിങ് ഓൺ എ പോസിറ്റീവ് ട്രെൻഡ്. ഓക്കെ, അപ്പോൾ ഈ ബൂമിൻ്റെ സമയത്ത് എന്താ പറയുക? നമ്മൾ വീട് പഠിക്കുമ്പോൾ വീടിന് ഭയങ്കര വിലയായിരിക്കും, ലാൻഡിന് ഭയങ്കര വിലയായിരിക്കും, ബാങ്കിൽ ഇഷ്ടമല്ല ലോൺ കിട്ടും, നമുക്ക് എവിടെയൊക്കെ ചോദിച്ചാലും ജോലി കിട്ടും, വേണമെങ്കിൽ ചെറിയ പാർട്ട് ടൈം ജോലിയൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ ബൂമിൻ്റെ സമയത്ത്. പിന്നെ ഉള്ളത് റീസെസ് ചെയ്യുക, എക്കോണമി താഴോട്ട് വരിക. ഇവിടെ വരുമ്പോൾ സ്ലംബ് അല്ലെങ്കിൽ നമ്മളതിനെ ഡിപ്രഷൻ എന്ന് പറയും. എക്സ്ട്രീം സിറ്റുവേഷനാണ് ഡിപ്രഷൻ, ഭയങ്കര ഡിപ്രഷൻ. നമ്മുടെ മനസ്സ് പോലെ തന്നെ ഡിപ്രഷൻ അവിടെയും വരാം. അപ്പോൾ ഇക്കോണമിയിൽ ഒരു സാധനം വിറ്റ് പോകില്ല, ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഒരാൾക്കും തൊഴിലില്ല, എല്ലാവരും കുറച്ച് ചിലവഴിക്കുന്നു. Somebody else should be there to bring the upward momentum. So that responsibility is with the government and the RB. Isn't it? The government and the RB. Okay, right. Now we are seeing the uptrend. We call it as recovery and ending at a boom. Okay, so remember, whenever there is a boom, when the boom is of tremendous height, the chance for its fall is very high. അപ്പോൾ ഉയരം കൂടുന്തോറും എന്ത് ചെയ്യും? താഴ്ചയ്ക്കും ആഘാതം കൂടും. അതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഉയരം കൂടരുത്, നമ്മളിവിടെ വെച്ച് തന്നെ സ്റ്റെബിലൈസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഗവൺമെൻറ് ടാക്സ് കൂടുതൽ ഏർപ്പെടുത്തണം, RBI ലിക്വിഡിറ്റി കുറയ്ക്കണം, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണം, കൺസംഷൻ കുറയ്ക്കണം, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കണം. സ്റ്റേബിളായിട്ട് ഇങ്ങനെ പോകാൻ അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പോവുള്ളൂ. ഓക്കെ, സോ അണ്ടർ ദി എക്സ്പാൻഷൻ ഫേസ് ക്യാരക്ടറൈസ്ഡ് ബൈ റിക്കവറി ആൻഡ് പീക്ഡ് അറ്റ് എ ബൂം. ഓക്കെ, the GDP growth will be high. On the other hand, in the contraction phase, this is a contraction phase indicated by recession and depression, GDP growth rate
comes down. Okay. Now, the forward movement of the economy through the business cycle is shown in the diagram. Forward movement ഇങ്ങനെയാണ് കറക്റ്റ്. Okay. Now, we are coming to see what is recession. Recess എന്നുള്ള വാക്കാണ്. Recession is a cyclical situation where the economic activities start to decline. എന്താണ്? Economic activities start to decline. Okay. Now, ഒരു സെക്കൻഡ്. Sorry. And a recession begins when the economy reaches boom and ends when the economy reaches its trough or depression. Between trough and peak, the economy grows or expands. A recession is a significant decline in economic activity spread across the economy lasting more than 2 quarters. അപ്പോൾ GDP ഇങ്ങനെ 2% കൊണ്ട് കുറയുന്നു, 3% കുറയുന്നു, അല്ലെങ്കിൽ 1.5% കൊണ്ട് കുറയുന്നു, വാട്ട് എവർ മേ ബി കുറയുന്നു. തീർച്ചയായിട്ടും 2 ക്വാർട്ടറെങ്കിലും GDP കുറയുന്നു. GDPയുടെ ഗ്രോത്ത് റേറ്റ് മൈനസ് ആകുന്നു, കുറയുന്നല്ലോ. ഐ എം വെരി സോറി, മൈനസ് ആകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം 100 രൂപയിൽ നിന്ന് നമ്മൾ 98 രൂപയായി, പിന്നെ 1.5 പിന്നെ അങ്ങ് പറഞ്ഞ എത്രയായി? 96.5 അതാണോട്ട് GDP താഴ്ത്തു പോയി. 2 തീർച്ചയായും ക്വാർട്ടേഴ്സ് എങ്കിലും, ഒരു ക്വാർട്ടറിൽ എത്രയാണ്? 3 മാസം, അങ്ങനെ 6 മാസം തീർച്ചയായിട്ടും GDP ഗ്രോത്ത് റേറ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അന്നേരം അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? ടെക്നിക്കലി വി കോൾ ഇറ്റ് എസ് recession. But there is no standard definition for recession. Recession will be visible in the form of reduced production, employment, real income, etc. അപ്പോൾ നമുക്ക് റിസൾട്ട് ഇങ്ങനെ അറിയാൻ പറ്റും. ഓക്കെ. ഇനി ഏറ്റവും മോശമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? ട്രഫ് അല്ലെങ്കിൽ ഡിപ്രഷൻ. ട്രഫ് എന്ന് പറയുന്നത് ഡിപ്രഷൻ അല്ല, ട്രഫിൻ്റെ ഒരു എക്സ്ട്രീം പോയിൻ്റ് ആണ് ഡിപ്രഷൻ. എന്താണ് ഡിപ്രഷൻ? ഓക്കെ. സോ ട്രഫ് is the bottom of a business cycle. ഒരു ബിസിനസ് സൈക്കിളിൻ്റെ ഏറ്റവും where the economic activity remains at a highly low level. Income, employment, output, price level, etc. goes down. Okay. A depression is generally characterized by high unemployment of labor, capital, and low level of consumer demand in relation to the economy's capacity to produce. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശേഷി ഫാക്ടറിക്ക് ആണെങ്കിൽ 20 യൂണിറ്റ് പോലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അവർ മേടിക്കാനില്ല. ദിസ് ഡെഫിഷ്യൻസി ഡിമാൻഡ് ഫോഴ്സസ് ഫേംസ് ടു കട്ട് ബാക്ക് പ്രൊഡക്ഷൻ ആൻഡ് ലേ ഓഫ് വർക്കേഴ്സ്. തൊഴിലാളികളെ പറഞ്ഞു വിട്ടു, പിന്നെ സാധനങ്ങളെല്ലാം ഇങ്ങനെയാണ് വിൽക്കാതെ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായല്ലോ? ഇൻവെൻട്രി ആയിട്ട്. അപ്പോൾ ഗ്ലട്ട് ഇൻ ദി മാർക്കറ്റ് അതിനെ പറയും. എന്താണ് ഗ്ലട്ട് ഇൻ ദി മാർക്കറ്റ്? പിടിയിട്ടില്ലോ? ഗ്ലട്ട് ഇൻ ദി മാർക്കറ്റ് ചുമ്മാ ഒരു പേര്. ദസ് there develops a substantial amount of unused production capacity in the economy even by lowering down the interest rate. Financial institutions do not find enough borrowers. ബാങ്കിലും ലോൺ എടുക്കാൻ ആരുമില്ല. ഇപ്പോൾ തന്നെ നോക്കൂ, ലോൺ എടുക്കാൻ ആളില്ല. സംഭവം കേട്ടോ, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ലോൺ വേണം തന്നെ, നമുക്ക് കിട്ടില്ല. കാരണം നമുക്കൊന്നും ക്രെഡിബിലിറ്റി ഇല്ല, നമുക്കൊന്നുമല്ല. ഞാൻ എല്ലാം സാധാരണക്കാരുടെ ആംഗിൾ പറഞ്ഞു കേട്ടോ. സാധാരണക്കാർ ചെന്ന് കഴിഞ്ഞാൽ ബാങ്കിൽ ലോൺ കിട്ടില്ല. കാരണം ബാങ്കിൽ അതിപ്പം അവർ തിരിച്ചടയ്ക്കുന്നത് ബാങ്കിന് ഉറപ്പില്ലല്ലോ. അതുകൊണ്ടാണ് ബാങ്കിനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താ കണ്ടത്? അപ്പോൾ അതുകൊണ്ട് ബാങ്കുകൾക്ക് പൈസ ഉണ്ടെങ്കിലും ബാങ്കുകൾ ലോൺ കൊടുക്കാൻ പറ്റുന്നില്ല. ഫേംസ് ബിക്കം ഹെസിറ്റന്റ് ഇൻ മേക്കിംഗ് ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ്. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഫേംസ് തയ്യാറാവുന്നില്ല. ദസ് അൻ എയർ ഓഫ് പെസിമിസം എന്ന് പറഞ്ഞാൽ എന്താ? പെസിമിസം ഒന്നും ശരിയാവില്ല എന്നുള്ള കാഴ്ചപ്പാട് അല്ലേ? ദോഷയൊക്കെ എതിർക്കുന്നതാണ് പെസിമിസം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്ക്. കവേഴ്സ് ദ എൻറ്റയർ ഇക്കോണമി ആൻഡ് ദി ഇക്കോണമി ലാൻഡ്സ് ഇൻ ദി ഫേസ് ഓഫ് ഡിപ്രഷൻ. പിടിയിട്ടില്ല, കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുണ്ട്, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പുറടിക്കുന്നതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. റിക്കവറി. ഓക്കെ. വാട്ട് ഈസ് റിക്കവറി? റിക്കവറി ഈസ് എ സിറ്റുവേഷൻ ഫോർ ദി ബിസിനസ് ആക്ടിവിറ്റീസ് ആൻ അപ് ട്രെൻഡ്. വാട്ട് ഈസ് ദാറ്റ്? രജിസ്റ്റേഴ്സ് an uptrend. This is recovery. Okay. Now, business and environment sentiments improves. കുഴപ്പമില്ല, സാധനങ്ങളൊക്കെ വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ട്രഫ് ഈസ് നോട്ട് എ പെർമനൻറ്റ് ഫിനോമിനൻ. ഒരു കാരണവശാലും കഷ്ടകാലം നീണ്ടു നിൽക്കുകയില്ല. നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ബിസിനസ് സൈക്കിൾ നമ്മുടെ ജീവിത സൈക്കിൾ തന്നെയാണ്. അതിനെന്നറിയാം, കഷ്ടകാലം എന്ന് പറഞ്ഞാൽ തൽക്കാലം അങ്ങ് പോകും, നമുക്ക് നല്ല കാലം വരിക തന്നെ ചെയ്യും. അപ്പോൾ കഷ്ടകാലത്തിൻ്റെ സമയത്ത് നമ്മൾ കണ്ടവാനും ചിന്തിച്ച് കഷ്ടകാലത്തിൻ്റെ ആധിക്യം കൂട്ടേണ്ട കാര്യമില്ല. Everything is psychological. So like that, trough is not permanent. And hence the process of recovery starts. സാധാരണ റിക്കവറി സ്റ്റാർട്ട് ചെയ്ത് തന്നെ ചെയ്യും. ഡ്യൂറിങ് റിക്കവറി ബിസിനസ്മെൻ റീപ്ലേസസ് ആൻഡ് ബ്രിങ്സ് ന്യൂ മെഷീനറി. പുതിയ മെഷീനറി കൊണ്ടുവരും. ഓക്കെ, ശരിയല്ലേ? ദ സ്പെൻഡിങ് ഇൻ ദി ഇക്കോണമി സ്റ്റാർട്ട്സ്. ബസ് സ്ലോലി പയ്യെ എന്ത് ചെയ്യും? കയറി an optimistic signal appears in the economy. Industry is beginning to rise and expectations tend to become more favorable. Optimism starts widening to different sectors. No pessimism. എവിടെ പോയി പെസിമിസം? എവിടെയെങ്കിലും ഉണ്ട്? ഇവിടെ എങ്ങനെയാണ് പെസിമിസം നമ്മൾ പറയാം? സോറി കേട്ടോ, പെസിമിസം ഇങ്ങനെയാണ്. പെസിമിസത്തിന് പകരം എന്ത് വരും? ഒപ്റ്റിമിസം വരും.
ഒപ്റ്റിമിസം മറന്നുപോയല്ലോ. പെസിമിസ്റ്റെ കാണാൻ പോയപ്പോഴത്തേക്ക് ഒപ്റ്റിമിസം പോയി. നമുക്ക് വേണ്ട ഒപ്റ്റിമിസം ആണല്ലോ. എക്സ്പെക്ടേഷൻ ടു ബിക്കം മോർ ഫേവറബിൾ ഒപ്റ്റിമിസം. ഹിയർ കംസ് ദ ഒപ്റ്റിമിസം. സ്റ്റാർട്ട്സ് വൈഡനിങ് ഇൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ് ദർബൈ എൻഹാൻസിംഗ് പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. പിടിയിട്ടില്ലോ. ഡ്യൂറിംഗ് ദ റിക്കവറി ഫേസ് ഇൻകം, എംപ്ലോയ്മെൻറ്റ്, പ്രോഫിറ്റ്, പ്രൈസസ് എക്സെട്ര സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്. ഓക്കെ, സോ ദിസ് ഈസ് റിക്കവറി. റിക്കവറി ഈസ് വെരി നൈസ് അല്ലേ, ഭയങ്കര നൈസായിട്ടുള്ളൊരു സംഭവം റിക്കവറി. അപ്പോൾ അത് റിക്കവറി താമസിക്കാതെ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് പറയും നമ്മുടെ ഇക്കോണമിക്ക്. ദെൻ കമ്മിങ് ബാക്ക് ടു ദ ലാസ്റ്റ് ഫേസ് ഈസ് ആൻഡ് ഹാപ്പി ഫേസ് ഈസ് പ്രോസ്പെറിറ്റി ഓർ ബൂം. ഓക്കെ, prosperity or boom is a cyclic situation, high and intense economic and there will be general optimism, investment expands, anticipating higher demand, employment and output also increase. The peak is characterized by all-round optimism in the economy. ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല അല്ലേ, ഇത്ര ചെറിയ കേസുള്ളൂ. നൗ വി ആർ കമ്മിങ് ടു ദി കോർ പാർട്ട് ഓഫ് അവർ ഡിസ്കഷൻ. സാറിപ്പം നിർത്തണമെന്ന് പറഞ്ഞേക്കരുത് കേട്ടോ, നമുക്ക് കുറച്ചുകൂടെ ഇതങ്ങ് തീർത്തിട്ട് നമുക്ക് നിർത്തിയാൽ മതി. ഒന്ന് വ്യൂ ഇട്ടോട്ടെ. നമ്മൾ എന്തിനെക്കുറിച്ച് പറയുന്നത്? ഈ ഇൻഫ്ലേഷനല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് സൈക്കിളാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ബിസിനസ് സൈക്കിൾ, മോണിറ്ററി പോളിസി ടൂൾസ് ഫോർ ഫൈറ്റിംഗ് വാട്ട് റിസഷൻ ആൻഡ് ബിസിനസ് സൈക്കിൾ ഞാൻ കറക്റ്റ് ചെയ്ത് തരാവേ. ആദ്യമേ ടൈപ്പ് ഇപ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ട് പോയി, സോറി. സോ മോണിറ്ററി പോളിസി ഇൻഫ്ലുവൻസസ് ദി ഓവറോൾ ഇക്കണോമിക് ആയി ത്രൂ സെവറൽ ഫാക്ടേഴ്സ്. അപ്പോൾ പല പല സ്രാവം ദെൻ പല പല എലമെൻറ്റിലൂടെ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാം PG സ്റ്റുഡൻസ് ആണല്ലോ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കിൻ്റെ പോളിസി ഭയങ്കര പ്രധാനപ്പെട്ട നമുക്കറിയാമല്ലോ. RBI ഗ്രേഡ് B ഓഫീസേഴ്സ് തിരഞ്ഞെടുക്കുന്നു. പിന്നെ അല്ലാതെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഇക്കണോമെട്രിക്സ് പഠിഞ്ഞവർ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക പരീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തിരഞ്ഞെടുക്കുക. RBIയുടെ ആക്ടിവിറ്റി എക്സ്പാൻഡ് ചെയ്യുക. RBI എന്ന് പറഞ്ഞാൽ ഗവർണർ 4 ഡെപ്യൂട്ടി ഗവർണർ മാത്രമല്ല, ഒത്തിരി സ്റ്റാഫ്, ലാർജ് നമ്പർ ഓഫ് സ്റ്റാഫ്, 31 ഓഫീസേഴ്സ്, സെവറൽ ഫങ്ഷനാലിറ്റീസ് ഇൻക്ലൂഡിങ് സൂപ്പർവിഷൻ ആൻഡ് റെഗുലേഷൻ. അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ റോള് കൂടുകയാണെന്നാണ് നമ്മൾ പറയുന്നത്. സെൻട്രൽ ബാങ്കിന് സ്വാതന്ത്ര്യം കൂടാൻ ഗവൺമെൻറ് തയ്യാറില്ല, അതിൻ്റെ റോള് ഭയങ്കര കൂടും. ഇപ്പോൾ തന്നെ RBI ഇങ്ങനെ ഓരോരോ പോളിസി വരുമ്പോഴത്തേക്കും നമ്മുടെ മലയാളം പത്രത്തിൽ വരെ വരുന്നുണ്ട് അല്ലേ, ഉണ്ട്. ഹിന്ദുവിലും ബിസിനസ് ലൈനും അത് തന്നെ ഭയങ്കരമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ RBIക്കും ഒരു ഭയങ്കര താരമാണ്. RBI അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ റോളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ഭയങ്കര അധികം കൂടുക, നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ. ഓക്കെ, നോ. അപ്പോൾ RBIയുടെ മോണിറ്ററി പോളിസി എങ്ങനെ ബിസിനസ് സൈക്കിളിനെ കൗണ്ടർ ചെയ്യാൻ ഉപയോഗിക്കുന്നു നമ്മുടെ ടോപ്പിക്. മോണിറ്ററി പോളിസി ഇൻഫ്ലുവൻസ് ദി ഓവറോൾ ഇക്കണോമിക് ആക്ടിവിറ്റി ത്രൂ ഇൻട്രസ്റ്റ് റേറ്റ്, ലിക്വിഡിറ്റി ആൻഡ് മണി സപ്ലൈ. ഇതതിൻ്റെ കണ്ടൻറ്റാണ്. അപ്പം നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചതും അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ബുക്കിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നതും സെൻട്രൽ ബാങ്കല്ല, പ്രായോഗികമായിട്ടുള്ള സെൻട്രൽ ബാങ്ക്. ആ സെൻട്രൽ ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് സെൻട്രൽ ബാങ്ക് ഇക്കോണമിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്? ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം. ഇപ്പം RBIയുടെ ഒരു റേറ്റ് ഉണ്ട്, അതിന് വരാം റിപ്പോ റേറ്റ് എന്താണെന്ന് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കേണ്ട. ബട്ട് ഫോർ ദി ടൈമിംഗ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് എ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ഗീവ്സ് ലോൺസ് ടു ദി commercial banks need money because whenever a commercial bank need money for tomorrow's transactions, if suppose that the federal bank it's having a shortage of fund to dispose deposits to the depositors tomorrow, കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കാൻ അറിയാൻ പറ്റുമോ? ഇല്ല. ഫെഡറൽ ബാങ്കിന് പൈസ പോരെങ്കിൽ ഫെഡറൽ ബാങ്ക് എന്തെന്ന് പറയും, ഉടനെ RBIയോട് പറയും, എനിക്കിച്ചിരി പൈസ വേണം, ഞാൻ ഇട്ടിരിക്കുന്ന ട്രഷറി ബില്ലുണ്ട് അവിടെ കൊണ്ടുതരാം, ഇന്ന് വൈകുന്നേരം പൈസ തരണം, ഇന്ന് വൈകുന്നേരം ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരും. സോ ദാറ്റ് ഓപ്പറേഷൻ ഈസ് കോൾഡ് RBI's ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. RBI ഭയങ്കര ഒരു താരമല്ലേ. LIF ഒക്കെ നമ്മൾ പഠിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ പിന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് RBIയെ കുറിച്ച് നന്നാക്കാൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ RBI 1 ദിവസത്തേക്ക് ലോൺ കൊടുക്കും, 3 ദിവസത്തേക്ക് ലോൺ കൊടുക്കും, എല്ലാ വെള്ളിയാഴ്ച 7 ദിവസത്തേക്ക് ലോൺ കൊടുക്കും, ഇടയ്ക്കിടയ്ക്കല്ലോ 3 ദിവസത്തേക്കും 12 ദിവസത്തേക്കും 28 ദിവസം വരെ ലോൺ ഇങ്ങനെ ലേലം വിളിച്ച് കൊടുക്കും. അപ്പം മനസ്സിലായല്ലോ, ഒരു കാരണവശാലും ഒരു ബാങ്കിന് പൈസ ഇല്ലാതെ ഇന്ത്യ പൊട്ടാൻ പറ്റിയില്ല. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് ഉള്ളിടത്തോളം കാലം. ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട് കേട്ടോ, ഞാനൊരു ഓട്ടോറിക്ഷ വരുന്നതായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്, എൻ്റെ ഒച്ച കേൾക്കുന്നത്. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ സെൻട്രൽ ബാങ്കിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുമ്പോഴേ അതെനിക്ക് നിങ്ങൾക്ക് തരാതിരിക്കാൻ പറ്റില്ല. സെൻട്രൽ ബാങ്ക് 3 രീതിയിലാണ് നമ്മുടെ ഇക്കോണമി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും സെൻട്രൽ ബാങ്ക് ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, റിപ്പോ റേറ്റ്, ദ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ഗീവ്സ് ലോൺസ് ടു ദി കമേഴ്ഷ്യൽ ബാങ്ക്.
സോ അതുമാത്രമല്ല 1 ഡേ അല്ല, 3 ഡേ അല്ല, 5 ഡേ അല്ല, 28 ഡേ അല്ല, പല രീതിയിൽ സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ലോൺ കൊടുക്കും. അന്നേരം കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് സെൻട്രൽ ബാങ്ക് ആയിരുന്ന റേറ്റ് ഓഫിനാണ് റിപ്പോ റേറ്റ് ആണ്. അപ്പോൾ ആ റേറ്റ് കൂടുന്തോറും കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും, അവരുടെ നമുക്ക് തരുന്ന ലോണിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂട്ടും. ഇതാണ് ഇവർ തമ്മിലുള്ള, അതായത് സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് നമ്മളും തമ്മിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ബന്ധങ്ങളുടെ ഒരു കണക്ഷൻ. ഓക്കെ, കിട്ടിയില്ലോ. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ആളുകൾ ലോൺ എടുക്കില്ല അല്ലേ, കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ ഓടിപ്പോയി ലോൺ എടുക്കും. നമ്മൾ മാത്രമാണോ? നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കും, ബിസിനസ്സുകാർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കും, ശരിയല്ലേ? ദെൻ ലിക്വിഡിറ്റി. ദെൻ വാട്ട് ഈസ് ലിക്വിഡിറ്റി? നമ്മളിങ്ങനെ ഒരു പേര് കേട്ടു, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അപ്പം നമ്മുടെ ആർ ബി ഐയെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. പക്ഷേ ആർ ബി ഐ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആർ ബി ഐ എന്നാ അറിയാം, ആർ ബി എം എസ് എം ഇസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്മോൾ ആൻഡ് മൈക്രോ ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. അവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടി കൊമേഴ്ഷ്യൽ ബാങ്കിന് 1 ലക്ഷം രൂപ അല്ല, 1 ലക്ഷം കോടി രൂപ, 1 ലക്ഷം കോടി രൂപ കൊടുത്തു കൊമേഴ്ഷ്യൽ ബാങ്ക് ലോൺ കൊടുത്തണം. NBFC എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, കൊമേഴ്ഷ്യൽ ബാങ്കുമായിട്ട് എപ്പോഴും ഇടിച്ചിടിച്ച് കോമ്പീറ്റ് ചെയ്യുന്നത്, അവർക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി അതുപോലെ 1 ലക്ഷം കോടി രൂപയുടെ ഒരു ഫണ്ട് ആർ ബി ഐ ഉണ്ടാക്കി കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുത്തു. കൊമേഴ്ഷ്യൽ ബാങ്ക് കൊടുത്തോണം. ആർ ബി ഐ അത്ര ആക്റ്റീവ് ആണെന്നുള്ളതാണ്. ഏറ്റവും ഏത് സെക്ടറിനും വേണ്ടിയിട്ട് ലോൺ കൊടുക്കാൻ വേണ്ടി ആർ ബി ഐ ഈ കോവിഡിൻ്റെ കാലഘട്ടത്ത് ഇറങ്ങി തിരിച്ചു. പഴയ കഥയൊന്നുമല്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കും, ലൈവായിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത്. അപ്പോൾ ഇക്കോണമിയിൽ ഏത് സെക്ടറിനും, ഇത് മാത്രമല്ല കേട്ടോ, ഒത്തിരി സെക്ടറിന്, അതുപോലെ തന്നെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾക്ക്, അങ്ങനെ ഒത്തിരി ഓരോന്നോരോന്ന് ഓർത്തിരിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ബട്ട് ഐ എം ജസ്റ്റ് മെൻഷനിങ് ദാറ്റ് ഹൗ പവർഫുൾ ഈസ് ദ സെൻട്രൽ ബാങ്ക്. We are always hearing about the budget activities of the government, different schemes like Pradhan Mantri Krishi Samman Yojana. So we are hearing about such schemes, but we are not hearing about any of the activities of central bank. That is not highlighted because it is not politically projected. സെൻട്രൽ ബാങ്കിൻ്റെ ആക്ടിവിറ്റി ആണ്. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഇഷ്ടംപോലെ ലിക്വിഡിറ്റി കൊടുക്കും. ഇക്കോണമിയിൽ ലിക്വിഡിറ്റി ഇല്ലാതെ ഒന്നുമില്ലാണല്ലോ. ആർ ബി എങ്ങനെ ഏതെങ്കിലും ഒരു സ്കീമിൽ പൈസ കൊടുത്തിരിക്കും. അതാണ് നമുക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ നിങ്ങളെ അതിനെല്ലാം പറഞ്ഞ് ഇപ്പം നിങ്ങളുടെ സമയങ്ങളല്ല, നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് മാറുന്നില്ല. സോ സിമിലർലി ആർ ബി ഐ പ്രൊവൈഡ്സ് മണി സപ്ലൈ. കാരണം മണി പ്രിൻറ്റ് ചെയ്ത് ഇക്കോണമി സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആർ ബി ഐ. അപ്പോൾ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങളോട് ഇതിൻ്റെ ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒരു സെൻട്രൽ ബാങ്ക് ഭയങ്കര പവർഫുള്ളാണ്. എല്ലാ സെൻട്രൽ ബാങ്കും പവർഫുള്ളാണ്. ഇൻട്രസ്റ്റ് റേറ്റിലൂടെ ലിക്വിഡിറ്റി സിസ്റ്റത്തിൽ ആവശ്യത്തിന് പൈസ ഉറപ്പാക്കി കറൻസി സപ്ലൈ കൂട്ടിയും സെൻട്രൽ ബാങ്ക് ഇക്കോണമിയെ എന്ത് ചെയ്യും, അങ്ങോട്ട് കണ്ടീഷൻ ചെയ്യും. നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത്. എവ്രിവെയർ സെൻട്രൽ ബാങ്ക് ഇസ് ദയർ. ഓക്കെ, ഫോർ കൗണ്ടറിങ് ദി ബിസിനസ് സൈക്കിൾ സെൻട്രൽ ബാങ്ക്സ് ക്യാൻ അഡോപ്റ്റ് 2 sets of policies. The first one is called expansionary monetary policy, and that is to fight recession and depression. And second one is called contractionary monetary policy to counter what? ബൂമിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, വീട്ടിൽ ബൂമിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ടും കോൺട്രാക്ഷനെ ചുരുക്കുക. അപ്പം അതിൻ്റെ ഒരു സ്വഭാവമൊക്കെ ഏത്, ദ മോണിറ്ററി പോളിസി സ്ട്രോങ്ലി യൂസ്ഡ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ടു സ്റ്റിമുലേറ്റ് ഡിമാൻഡ്. ദർ ഈസ് ലാഗ്സ് ഇൻ മോണിറ്ററി പോളിസി. ആസ് ലാഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ പറയും നാളെ നടപ്പിലാക്കും, നാളത്തെ കഴിഞ്ഞ് ഇക്കോണമി വർക്ക് ചെയ്യും, അതിൻ്റെ ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞ് എഫക്റ്റ് വരുള്ളൂ. അപ്പോൾ ദിവസങ്ങളല്ലായിരിക്കും, ക്വാർട്ടറുകളായിരിക്കും, പല മാസങ്ങൾക്ക് ശേഷമായിരിക്കും ആർ ബി ഇന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മോണിറ്ററി പോളിസിയുടെ എഫക്റ്റ് വരിക. സോ വി കോൾ ഇറ്റ് എസ് മോണിറ്ററി പോളിസി ലാഗ്സ്. ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇംപ്ലിമെൻറ്റേഷൻ ലാഗ്, എനാക്ട്മെൻറ്റ് ലാഗ് എന്നൊക്കെ പറഞ്ഞ പല ലാഗുകളുണ്ട്. ലാഗ് എന്ന് പറഞ്ഞാൽ എന്താ, ടൈം ഇൻ്റർവെല്ല് ഗ്യാപ്പാണ്. ദിസ് ലാഗ്സ് ഓഫൻ റെഡ്യൂസസ് ദി എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസ്. പക്ഷേ മോണിറ്ററി പോളിസിക്ക് 4 മാസം ലാഗ് ഉണ്ടെങ്കിൽ ഫിസ്ക്കൽ പോളിസിക്ക് 7 മാസം ലാഗ് കാണും. അപ്പോൾ ഏതാ നല്ലത്? മോണിറ്ററി പോളിസിയാണ് നല്ലത്. സ്റ്റിൽ ദിസ് ലാഗ് ഈസ് സ്മോളർ കമ്പയർഡ് ടു ഫിസ്ക്കൽ പോളിസി. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ദർ ആർ 2 ലീഡിങ് വേർഷൻസ് അബൌട്ട് ദി എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി ടു ഫൈറ്റ് ബിസിനസ് സൈക്കിൾ. 2 വേർഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിയറിയും കൂടെ ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് പോകണമല്ലോ അല്ലേ. കുറച്ച് ഇങ്ങനെ തിയറി പറഞ്ഞു, കുറച്ച് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മൂടുവാണെങ്കിൽ തിയറിയിലേക്ക് തിരിച്ചു പോകാം. 2 വേർഷൻസ് ഉണ്ട് മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് ഇക്കോണമിയെ ഗൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് സൈക്കിളിനെ കൗണ്ടർ ചെയ്യുമ്പോൾ. ഓക്കെ, കൗണ്ടർ ബിസിനസ്. First is the Keynesian version, which says that monetary policy is ineffective to fight recession and depression. Depression and recession സമയത്ത് അതിനെ കൗണ്ടർ ചെയ്യാൻ മോണിറ്ററി പോളിസി പോരാ എന്നുള്ള ഫസ്റ്റ് വേർഷൻ, കെയ്നീഷ്യൻ വേർഷൻ. കെയ്ൻസ് പോയിന്റഡ് ഔട്ട് ദാറ്റ് ഡ്യൂ ടു ദി ഓപ്പറേഷൻ ഓഫ് ദി ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷൻ, നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ് പഠിച്ചാൽ ഓവർ ദി ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ഓൾറെഡി ലോ, ദ മോണിറ്ററി പോളിസി കനോട്ട് bring down the rate of interest. Everything is there in this diagram. This is a liquidity preference car, it is a demand car for money. ശരിയല്ലേ? അപ്പം ദിസ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദിസ് ഇസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദിസ് ഇസ് മണി സപ്ലൈ 1. സപ്പോസ് ദി ആർ ബി വുഡ് ലൈക്ക് ടു റെഡ്യൂസ് സ്റ്റിമുലേറ്റ് ഇക്കോണമി. ആർ ബി സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആർ ബി ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു, കൺസംഷൻ കൂടുന്നു, അപ്പോൾ എന്ത് ചെയ്യും, ഇക്കണോമിക് ഗ്രോത്ത് കൂടുന്നു. അങ്ങനെ ഇതെപ്പോഴാണ് റിസഷൻ്റെ സമയത്താണ്. അങ്ങനെ റിസഷൻ്റെ ഡിപ്രഷൻ്റെ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ആർ ബി കുറയ്ക്കണം, ഇൻവെസ്റ്റ്മെൻറ്റും എന്തെങ്കിലും
പ്രൊഡക്ഷനായിരിക്കും ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു കൺസംഷൻ കൂടുന്നു എംപ്ലോയ്മെൻറ്റ് കൂടുന്നു, ഔട്ട്പുട്ട് കൂടുന്നു, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വിചാരിച്ചെങ്കിൽ. അപ്പോൾ അങ്ങനെ RBI മണി സപ്ലൈ കൂട്ടുമ്പോൾ ഇവിടെയാണെങ്കിൽ മണി സപ്ലൈ കൂട്ടുമ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങോട്ട് വരും, ഉണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് വരും. പക്ഷേ ഇവിടുന്ന് RBI പിന്നെ മണി സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. It remains the same. So this portion where even if the RBI increases the money supply, nothing happens to the rate of interest. We call it as what? Liquidity trap. When the economy is operating at a liquidity trap, especially during recession when there is nobody to give loan, nobody to take what we can say a risky situation of providing loans to the consumers. പ്രത്യേകിച്ച് നമ്മൾ ബാങ്കിൽ കൺസ്യൂമേഴ്സിന് ലോൺ കൊടുക്കാൻ തയ്യാറില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇൻട്രസ്റ്റ് റേറ്റ് കുറയത്തില്ലെന്നാണ് പറയുന്നത്. സോ ലിക്വിഡിറ്റി ട്രാപ്പ് ഇസ് എ സിറ്റുവേഷൻ വേർ മോണിറ്ററി പോളിസി cannot work, and that criticism was suggested by Keynes. നമുക്ക് ഇന്നോവേഷൻ നമ്മൾ കണ്ടു. ഇനി നമ്മൾ മോണിറ്ററി സ്റ്റോപ്പ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യൂ ഓഫ് ഫ്രീഡ്മാൻ. മണി മാറ്റേഴ്സ്, മണി മാത്രമാണ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീഡ്മാൻ. ഇറ്റ് ഈസ് എ ഡിസ്ക്രിഷണറി മോണിറ്ററി പോളിസി ദാറ്റ് ഫെയിൽസ്. എന്താണ് ഫെയിൽ ചെയ്യുന്നത്? ഡിസ്ക്രിഷണറി, തോന്നുന്ന പോലെ നമ്മൾ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യരുത്. റദർ മോണിറ്ററി പോളിസി should be rule based. ഒരു നിയമം അവിടെ ഉണ്ടായിരിക്കണം. ടു സ്റ്റിമുലേറ്റ് ഡിമാൻഡ് ആൻഡ് ഓവറോൾ എക്കണോമി. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് മണി സപ്ലൈ ഷുഡ് ബി എക്സ്പാൻഡഡ്. മണി സപ്ലൈ എന്ത് ചെയ്യണം? കൂടണം. എങ്ങനെ? ഇൻ അക്കോർഡൻസ് വിത്ത് റേറ്റ് ഓഫ് ഗ്രോത്ത്. 6% കൊണ്ട് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തും കൂടണം, മണി സപ്ലൈ കൂടണം. അല്ല ചുമ്മാ 12%, 80%, 20%, 30%. അതിൻ്റെ റൂൾ അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മോണിറ്ററി പോളിസി എല്ലാ ബിസിനസ് സൈക്കിൾ പേസസിനെയും കൗണ്ടർ ചെയ്യാൻ പര്യാപ്തമായിരിക്കും എന്നാണ് ഫ്രീഡ്മാൻ്റെ കാഴ്ചപ്പാട്. ഓക്കെ, ഇവിടെ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് തൽക്കാലം അവിടെ കൊണ്ട് നിർത്താം. എനിക്ക് അടുത്ത ക്ലാസ്സിലും പോകണം. അപ്പോൾ നമുക്ക് ഏതായാലും ഫുള്ളായിട്ട് തീരില്ല. അതുകൊണ്ടോ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി ഇങ്ങനെ കരുതിക്കൊണ്ട് വന്നാൽ ഒറ്റയടിക്ക് ക്ലാസ് തീർക്കണമെന്ന് വിചാരിച്ചു, നടന്നില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാം. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക്സ് ഫോർ ലിസണിങ്. താങ്ക് യു. ബൈ. Thank you, sir. Okay. Thank you, sir. Welcome. Thank you, sir. Welcome.